ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഫോറം മോളിലേക്ക് വന്നേക്കുവാണ്. ഫോറം മോളിൻ്റെ കുറേ വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചുമ്മാ നമ്മളൊരു റിവ്യൂ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ലുലുവും ഫോറമുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാണ്. അപ്പം ഞങ്ങൾക്ക് തോന്നിയ പോസിറ്റീവ് നെഗറ്റീവ്സ് ഒന്ന് പറയാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നിപ്പോൾ വലിയ തിരക്കില്ലാത്ത ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതൊട്ടും തിരക്കുണ്ടായിരുന്നില്ല. അത് വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല തിരക്കാണെന്ന് കേട്ടു, നല്ല ട്രാഫിക് ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ പാർക്കിങ്ങിലേക്ക് കയറുകയാണ്. പാർക്കിംഗ് അത്യാവശ്യം കൊള്ളാം. ഈ പറഞ്ഞ പോലെ ദുബായ് മാളിലൊക്കെ പോലെ ദുബായിലൊക്കെ പോയ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ ഇങ്ങനെ നമസ്കാരം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വെൽക്കം ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുകയാണ് നമസ്കാരം. അപ്പോൾ അതൊക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. എന്താ പറയുക, എല്ലാവരും പെട്ടെന്ന് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. മാള് ഭയങ്കര ചെറുതാണെങ്കിലും പക്ഷെ അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറും എല്ലാം നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ നല്ല പോസിറ്റീവായിട്ട് തോന്നി. അങ്ങനെ ബാഗ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുവാണ്. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അത് തുടക്കമായതുകൊണ്ടാണോ എന്നറിയില്ല, ഇതേപോലെ ഇന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവസ്ഥയുണ്ട്. കാരണം പലതവർ ഗോൾഡിൻ്റെ ഒക്കെ പ്ലേറ്റിംഗ് പോലെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യണമെങ്കിൽ എപ്പോഴും ആ മെയിൻ്റെനൻസ് വേണം. എപ്പോഴും ആ ഒരു മെയിൻറ്റെയിൻ കാണുന്നുണ്ട്. എന്നതുപോലെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആ ഫോർമാളിന് എപ്പോഴും ആ ഒരു ബ്രാൻഡ് നെയിം കിട്ടില്ലല്ലോ. ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ ഷോപ്പുകളൊക്കെ തുറന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, മോർണിംഗ് തന്നെയാണ് നമ്മൾ പോയത്. ലുലുവിൻ്റെ പോലെ നമ്മൾ 9 o'clock ഒക്കെ ആകുമ്പോഴേക്കും അവിടെ തുറക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുള്ള ആൾക്കാർ വന്ന് തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിലൊന്ന് എന്താ പറയുക, ലുലുവിനുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മളിത് മൊത്തം ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടി ആയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു. നോർമലി നമ്മൾ ലുലുന്നാണ് എടുക്കാറ്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഒക്കെ നമുക്കറിയാം. എന്താണ് വ്യത്യാസം എന്നും കൂടെ ഒന്ന് അറിയാലോ. കുറെ പേര് അങ്ങനെ ലുലു സൂപ്പർ മാർക്കറ്റ് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. ലുലു ഡെയിലി ആണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. നമ്മുടെ ആ മറ്റേ ലുലു വെച്ച് നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റ് സൈസ് കൊണ്ട് ചെറുതാണ്, പക്ഷെ ഇവിടുത്തെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി നല്ല, നമുക്ക് ഒട്ടും കൺഫ്യൂഷൻ വരില്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്ലിയർ ആയിട്ട് നല്ല നല്ല കൗണ്ടേഴ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൗണ്ടറുകൾ നല്ല നീറ്റ് ആൻഡ് എന്താ പറയുക, പിന്നെ നല്ല ക്യൂട്ടായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രൈസിൽ എനിക്ക് ചെറിയൊരു വ്യത്യാസം തോന്നി. കാരണം ലുലു മാളിനേക്കാളും ഇത്തിരി ഹൈക്ക് കൂടുതലാണ്. പ്രൈസ് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. ഇവിടുത്തെ പ്രൈസ് ലുലു തന്നെയാണെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നോൺ വെജ് ആണെങ്കിലും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടുണ്ട്. നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ കൗണ്ടേഴ്സ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഏരിയ ആണെങ്കിൽ കാരണം ഒരുപാട് സ്പേസ് ഇല്ല, ചെറിയ സ്പേസിലാണ് ലുലു ഡെയിലി ഉള്ളത്. പക്ഷെ കുറച്ചൊന്ന് റേറ്റ് മാത്രമാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങളിപ്പോ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. എന്നിട്ട് അത് കാറിലോട്ട് വെക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ തിരിച്ചു പോയിട്ട് അതെ, അപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് മാള് നടന്ന് കാണാലോ, എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഞങ്ങള് നേരെ പക്ഷെ ഞങ്ങൾ വണ്ടി എവിടെ ഇട്ടെന്ന് മറന്നു. ഞാൻ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നു. കാരണം ഞങ്ങള് നേരെ ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്, നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ലായിരുന്നു. ലുലുവിൽ ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇവിടുന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെ നടക്കാനില്ല. അതുകൊണ്ട് പിന്നെ അതാ ഇവളുടെ കുറെ കാലത്തെ ഡ്രീം ആയിരുന്നു എനിക്ക് മിനി സോല് എനിക്ക് ഇവിടുന്ന് കയറണം, ഇവിടെ നിന്ന് കയറണം. ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ലായിരുന്നു. അതെ, നല്ല ക്യൂട്ടാണ് ഇവിടുത്തെ കുറെ ഐറ്റംസ്. ഇവരുടെ കളർ കോമ്പിനേഷൻസും അങ്ങനെ തന്നെ നമ്മൾ ഭയങ്കര അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ്. എല്ലാം നല്ല ക്യൂട്ടാണ്. ഒരുപാട് റേറ്റും ഇല്ല, ചെറിയ റേറ്റ് ഒക്കെ ഉള്ളൂ. ഒരു ഈ പറഞ്ഞ പോലെ ചെറിയ നമുക്ക് റീസണബിൾ പ്രൈസിന് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടി. അങ്ങനെ ഞങ്ങൾ നേരെ ഒന്ന് ഫുഡ് കോർട്ടും എല്ലായിടത്തൊക്കെ ഒന്ന് പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലത്തെ ഡിസൈൻസും ആ ലൈറ്റിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റ്സ് കണ്ടു, അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇൻറ്റീരിയർ ചെയ്തത് സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ പുറത്തൊക്കെ പോയ പോലെ ഒരു ഫീൽ ചെയ്യാറുണ്ട്. അത് ലുലു വന്ന സമയത്ത് എല്ലാവരും തന്നെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ട് പോയി. ഫുഡ് കോർട്ടും നല്ല സ്പേസ് ഉണ്ട്. ലുലുവിൻ്റെ അത്ര സ്പേസ് ഇല്ല, പക്ഷെ വെച്ചിരിക്കുന്നത് എല്ലാം അറേഞ്ച്മെന്റ്സ് ഭയങ്കര രസമായിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട്, ഇവിടെ കുറച്ചും കൂടെ പ്രൈവസി ഉള്ള പോലെ തോന്നി. നമുക്ക് സെപ്പറേറ്റ് മാറിയിരിക്കണമെങ്കിൽ അങ്ങനെ നല്ല ഒരു പ്രൈവസി. പിന്നെ അതുപോലെ ഫുഡ് കോർട്ടും ഒരുപാടെണ്ണൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വാഷ്റൂമിലോട്ട്, ഞാൻ ചുമ്മാ വാഷ്റൂമിന്റെ ഒരു ഇത് എടുക്കാന്ന് വിചാരിച്ചു. നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വൃത്തി ഉണ്ടായിരുന്നു. നല്ല എന്തോ ഒരു മറ്റേ എയർ ഫ്രഷ്നസ് നല്ല സ്മെല്ലും ഭയങ്കര നല്ലായിരുന്നു. എനിക്ക് ലുലുവിലും എന്താ പറയാ ക്ലീനിങ് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് അവിടുത്തെ PVR കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. നോർമൽ, കാരണം നല്ല തിരക്കായതുകൊണ്ടായിരിക്കാം. ഇവിടെ നമ്മൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. നല്ലായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഒന്നും കൂടെ അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം എല്ലാ ബ്രാൻഡ്സും ഉണ്ട് ഇവിടെ. ലുലുവിൽ ഇല്ലാത്ത ബ്രാൻഡ്സും ഞാൻ ഇവിടെ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്ഥിരം ഒരു സംഭവം ഉണ്ടായിരുന്നു, ബാത്ത് ആൻഡ് ബോഡി. അപ്പോൾ അതും ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അതും ഇതിന്റെ കൂടെ ബാത്ത് ആൻഡ് ബോഡി വർക്സിന്റെ ഔട്ട്ലെറ്റ് ഇവിടെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അതിന്റെ ക്രീംസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ ഇവളാണ് അതിൻ്റെ മെയിൻ ആള്. ഇൻ ടു ദ നൈറ്റ് ആണ് ഇവളുടെ ക്രീം അല്ലേ? അതെ, ഇൻ ടു ദ നൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് തീർന്നായിരുന്നു, അപ്പോൾ എനിക്ക് അത് നോക്കണമായിരുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മറ്റോടത്ത് ബോഡി ഷോപ്പാണെന്ന് തോന്നുന്നു അല്ലേ? ഉള്ളത് ബോഡി ഷോപ്പിനെ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അവിടെ മെൻസിന്റെ പുതിയ വെർഷനും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓടി വന്ന് കയറി അതിൽ നിന്നൊരു ക്രീം ഞാൻ എടുത്തു, ഇവളുടെ ഇൻ ടു ദ നൈറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് ഇവിടുത്തെ നെഗറ്റീവായിട്ട് തോന്നിയൊരു സംഭവം എന്താണെന്ന് അറിയോ? ഇതിന്റെ ഈ ഫ്രണ്ടിലുണ്ടല്ലോ, ഫ്രണ്ടിൽ നമുക്കൊരു ആളെ പിക്കപ്പ് അല്ലെങ്കിൽ ഡ്രോപ്പോ ചെയ്യാൻ പറ്റത്തില്ല. അത് ലുലു ഭയങ്കര ഗുണമായിട്ട് തോന്നി. ഇവിടെ എനിക്ക് അത് ഭയങ്കര ശരിക്കും ഗേറ്റിന്റെ പുറത്ത് നിൽക്കണം. നേരെ പോയി ഗേറ്റിന്റെ പുറത്ത് നല്ല വെയിലത്ത് പിക്ക് ചെയ്യണ ആളവിടെ വെയിറ്റ് ചെയ്തിട്ട് വേണം അവിടെ നിന്ന് വണ്ടി. കാരണം ഏട്ടൻ ഇപ്പൊ കാർ എടുക്കാൻ പോയ ഗ്യാപ്പിനാണ് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരെ ഫോറമാളുടെ പുറത്ത് പാർക്കിങ്ങിന് വന്നിട്ട് വേണം പിക്ക് ചെയ്യാൻ. ഇതിന്റെ ഈ ഫ്രണ്ടിൽ ഒരു പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ജസ്റ്റ് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ സർവീസ് റോഡിന് അവിടെ നിന്ന് വേണം കയറാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വിശപ്പായിട്ട് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ എവിടെ പോയിട്ട് ഫുഡ് അടിക്കും, എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ എനിക്ക് മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിന്ന് കഴിച്ചൊരു ഓർമ്മ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ലാമ്പിൻ്റെ മട്ടൻ ബിരിയാണി കഴിക്കാൻ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവൾക്ക് നീ എന്താ കഴിച്ചേ? ചിക്കൻ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കഴിക്കാൻ വേണ്ടി എവിടെ പോകുമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ റമീസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് യൂട്ടൺ അടിച്ച് വരണുള്ളൂ. കുറച്ചങ്ങോട്ട് പോയി യൂട്ടൺ അടിച്ച് വന്ന് ഞങ്ങൾ ഇങ്ങനെ റമീസിൽ കയറി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേഗം സീറ്റ് കിട്ടി. ഞങ്ങൾ അവിടെ നേരെ ഫസ്റ്റ് ചോദിച്ചതാണ് മട്ടൻ ബിരിയാണി ഉണ്ടോ. അതെ, പക്ഷെ ബിരിയാണിയിൽ ഒരു ഇത് എനിക്ക് തോന്നിയത് ലഗോൺ ബിരിയാണിയും നമ്മൾ വിചാരിച്ചു നോർമൽ ബിരിയാണി ആയിരിക്കും റൈസ്, പക്ഷെ അല്ലായിരുന്നു, വലിയ റൈസ് ആയിരുന്നു. എനിക്ക് വലിയ റൈസിന്റെ ബിരിയാണി എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ കഴിച്ചപ്പോ നല്ലായിരുന്നു, പക്ഷെ ഭയങ്കര ഹെവി ആയിട്ട് തോന്നി. കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി.